പൊന്മുടി വ്യൂ കാണിച്ചു തരാം. കൊള്ളാമായിരിക്കും. കിട്ടില്ല. നല്ല തിരക്ക്, വലിയ തിരക്കില്ല. അത്രയും നമ്മളെപ്പോൾ പറഞ്ഞ തിരക്കില്ല. പിന്നെ മഴ പൊടിയാണ്. റെയിൻകോട്ട് വാങ്ങിച്ചത് കാര്യമായി, അല്ലെങ്കിൽ റെയിൻകോട്ട് ശാപമായേനെ. പുതിയ വ്ളോഗറിനെ കിട്ടി. യൂട്യൂബ് ചാനലിൽ പേര് പാപ്പരാസി. ഇത് പുതിയ ബ്ലോഗറാണ്. ഇപ്പോൾ 2 മിനിറ്റ് കൊണ്ട് ഉത്ഭവിച്ച ഒരു ബ്ലോഗറാണിത്. ഇൻസ്റ്റന്റ് ബ്ലോഗർ. ഇതൊരു വണ്ടി കാണിച്ചില്ല, നിങ്ങൾക്ക് വണ്ടി കാണിച്ചില്ല. പഠിക്കുന്ന വണ്ടി പൊന്മുടിയിൽ താഴെ കൊക്കയാണ്. പഠിപ്പിച്ചത് സൂപ്പറാണ്. എല്ലാം കൊടിച്ചാണ് പോണത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? എല്ലാം കൊടിച്ചാണ് പോണത്. അവരെല്ല് പോയില്ലെങ്കിൽ ഭാഗ്യം. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ മരത്തിൻ്റെ മൂട്ടിലുള്ള തിരക്ക് ഇപ്പം കാണിച്ചത്. അവിടെ കുറച്ച് പയ്യന്മാർ താഴെ ദൂരത്തും പോയേക്കുന്നു. അതുകൊണ്ട് അവിടെ നല്ല തിരക്കുണ്ട്. പിന്നെ പറഞ്ഞ വഴിയിൽ കുറച്ച് തിരക്കുണ്ട്. വലിയ തിരക്കില്ല, എന്നാലും അത്യാവശ്യം. അതുകൊണ്ട് അവിടെയൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ നല്ല തിരക്കുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം പോയി ബ്രെഡ് ഓംപ്ലേറ്റ് കഴിക്കാൻ. ഓംപ്ലേറ്റ് അതിനല്ലേ പൊന്മുടി, അതിനല്ലേ വരുന്ന ആൾക്കാർ. ആ കാരണം കൊണ്ട് അവിടെ എത്തിയിട്ടാ. അട്ടമെല്ലാം കടിച്ചതാണോ അറിയാൻ വയ്യ. സാനിറ്റൈസർ ഉള്ളത് അതുകൊണ്ട് കുഴപ്പമില്ല. ഈ സാനിറ്റൈസർ എന്തിനാണെന്ന്, പക്ഷേ സാനിറ്റൈസർ കൊളയട്ടെ എൻ്റെ കയ്യിൽ ഞാൻ അടിക്കണോ? ഞാൻ അടിക്കാം. എന്നാ നീ അടി. ഇറങ്ങിപ്പോ ഫിഷാജ്. ഡാർക്ക് എൻ്റെ കാലിലും ഉണ്ടോ അറിയാൻ വയ്യ. നിങ്ങളുടെ കാലോ അവർ താറിനുണ്ടെങ്കിൽ കാരണം അവർക്ക് കാലിൽ കടിക്കൂല. അങ്ങനെ ക്രോക്സ് ആയതുകൊണ്ട് കഴിക്കും. ഇത് അതാണോ? അട്ടയാണോ? അട്ടയാണ്. ആണ്ടാ ആ അടി അടി. എന്നിട്ട് എനിക്ക് നോക്കണം, എന്നിട്ട് എൻ്റെ കാലിൽ നോക്കണം. ഇത് ഭയങ്കര കടിച്ച് പിരുത്ത് കളഞ്ഞേട്ടാ. ആട്ടാ കടിച്ച് പിരുത്ത് കളഞ്ഞു. ഇനി എൻ്റെ കാലിലുണ്ടാന്ന് നോക്കണം. ഞാൻ ബ്ലോഗറാ. അതെ. ചൂടാ. ഇത്ര നേരം മഴ നനഞ്ഞ് കോവരായിരുന്നു. ഇപ്പം ചൂടെടുക്കണം പൊന്മുടി വന്നിട്ട്. ഫോട്ടോ എടുത്തെടുത്തു 2 ദിവസം 2 days അതിനുള്ളിൽ മാക്സിമം ഉറപ്പായിട്ട് കൊടുത്തു. നാളെ നമ്മൾ തന്നിരിക്കും സാധനം. സ്ഥലം വിടും. അങ്ങോട്ട് നമ്മൾ നടക്കാം. നമുക്ക് വാ കാണിച്ചേണ്ട. ഇങ്ങനെ കാണിച്ചിട്ട് കേസ് നിങ്ങൾ കേൾക്കണം. താഴെ പോകുന്ന സാധനങ്ങൾ വായി കൂടെ വിടുന്നു. ഇത്ര നേരം മഴയായിരുന്നു. ഇപ്പം നല്ല മുട്ട് വെയിൽ. മുട്ടയിലെല്ലാം ചൂടുണ്ട്. ചെറിയ അയാൾ ഫോട്ടോ എടുക്കുകയാണ്. അവിടെ ഇറങ്ങിയിട്ട് ആ ഗ്യാപ്പിൽ അവിടെ ഇതിലേക്കൂടെ താഴെ ഇറങ്ങിയിട്ട് ആ ഗ്യാപ്പിൽ കൂടെ വെയിൽ കണ്ട മുട്ടം വെയിൽ. ഇത്രയും നേരം നല്ല മഴയായിരുന്നു. മഴയുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വേണ്ട മാസ് എടുക്കാൻ പറ്റിയില്ല. ഇപ്പം നല്ല വെയിൽ. പക്ഷേ കൊള്ളാം. കാലാവസ്ഥ വലിയ പ്രശ്നമൊന്നുമില്ല. മഴ പെയ്യുമായിരിക്കും. കോടയൊക്കെ നല്ല ഇറങ്ങുന്നുണ്ട്. മഴ പെയ്യുമായിരിക്കും. നേരെ നല്ല മഴയായിരുന്നു. മഴയത്ത് എടുക്കാൻ പറ്റിയില്ല. കാരണം വീഡിയോ എടുത്ത് കുറേ ഫോട്ടോ എടുത്ത് അവരെ വീഡിയോ മഴയത്തെടുത്ത വീഡിയോ ഉണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ മഴ ഉണ്ടായിരുന്നോ ഇല്ലയെന്ന്. ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ ഇവിടെ. പിന്നെയും ജസ്റ്റ് ആ സൈഡിൽ എന്തുണ്ട്? ആ സൈഡിൽ മലകളുണ്ട്. കേരനിലകളാടും ഈ പുഴ. എവിടെ? ആകാശമുണ്ട്. സംസാരിച്ചൂടെ? എന്ത് പട്ടാളച്ചിട്ടേ? അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്ന് കണ്ടറിയാം. ഇഷ്ടപ്പെട്ടോ? പേട്ടു. ഇവരെ രഹസ്യം പറയണം ബ്രോ. ഇവരാണ് കപ്പളെന്ന് തോന്നുന്നു. പഴംപൊരിയും ബീഫും. ഇവിടെ ഒരാൾക്ക് കപ്പയും ബീഫും, ഒരാൾക്ക് ഇവിടെ ഓംപ്ലേറ്റ്. സുന്ദരനായ ഗ്രൂമിനെ നോക്കൂ. വീണേനെ അവിടെ ഒരു ഫോട്ടോ ഇടില്ലെന്നാണ് പറയുന്നത്. ഓ തപ്പി
ബോണറ്റില്ലാതെ വീട്ടിൽ കേട്ടില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കേസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ റെക്കോർഡാക്കി വെക്കൂ. അവൻ കയറി പോവേണം കേട്ടാ. ഇവിടെ ഇരുന്നാണ് ഇവ അങ്ങെത്തി. കാലിങ്ങനെ വെച്ചിട്ടേ കാല് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ച് കിടന്നു. എങ്ങനെയാണ് എങ്ങനെ നോക്കട്ടെ കാണിച്ചു നോക്കിയാ കളർ മഴവിൽ വണ്ടിക്കകത്ത് മഴവിൽ എന്തൊക്കെ ഒരു വീഡിയോ എടുക്കാൻ പൊന്മുടിയിൽ വന്നേണ് വീഡിയോ എടുക്കാൻ എല്ലാരും. ആണ്ട ഇവിടെ ഒരു പച്ച മനുഷ്യൻ ഹൽക്ക് നീല ടാർപ്പൻ കസേര ഇവിടെ. ഇത് ലാവണ്ടർ, ഇത് മഞ്ഞ ചന്ദ്രി പറയുന്നേ. എന്റെ ഒന്നും വേണ്ട. ഇതിനെന്തുണ്ട് പറയുന്നത് ക്യാമറ. ഇത് വെളിയിറങ്ങിയിട്ട് തീരാൻ പറ്റുള്ളൂ കേട്ടാ. ഇവിടെ നിന്നിട്ട് തീരത്തില്ല, ഇവിടെ ഇടത്തില്ല, വെളിയിറങ്ങാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങാം. അണ്ണം പറഞ്ഞിട്ട് ഇതൊന്ന് ടാർപ്പ നടന്നു പോണ. അവിടെ എഴുതിക്കോ, എന്തെങ്കിലും ചെയ്തോ? ഇല്ല ചേട്ടാ അത് അറിയോ പണ്ടത്തെ അത് ടൗൺ നടക്കില്ല സാർ. ഫോറസ്റ്റ് നമ്മളെ കൂടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എവിടെയും കയറി പോയിരുന്നു. നൂഡിൽസും ബ്രെഡ് ഓംപ്ലേറ്റും. തേച്ചു കുളിക്കും പുലർക്കാല സന്ധ്യേ നിന്നെ. എങ്ങനെയുണ്ട്? ഹിപ്പി തന്നെയല്ലേ? നമ്മളെ വഴിയിൽ ഇറക്കിയിട്ട് പോയി കൂടെ വന്നവർ. എന്നാലും അനുകൊണ്ട ക്യാമറ വിട്ട് പിടിക്കൂല, അത് നൂത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വഴി ഇറക്കിയിട്ട് പോയപ്പോലും. അവിടെ നിന്ന് എന്താണ് സൂര്യപ്രകാശം പറഞ്ഞത്? സൂര്യനാ? ഓ ബസ്സായിരുന്നു. മോനെ അണ്ണ പൊളി അണ്ണ. അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ കൊള്ളാമണ്ണ. ഞാൻ ഫോട്ടോ ആണ് അങ്ങോട്ട് രക്ഷയില്ല. കോടയൊക്കെ ഇറങ്ങി കിടക്കണം. ഓ റോഡിലൊന്നും മനുഷ്യയില്ല. കൊടരുന്നില്ല. വാ കിടില. കരടിയാ പന്നിയാവെല്ലാം ആനയെല്ലാം വരുമെന്തോ. എന്നാൽ അതുകൊണ്ടും നമുക്ക് നീല ടാർപ്പ് വലിച്ചുകൊണ്ട് പോകണം തരാം. ആ വണ്ടി നമുക്ക് കാണാമേ. അവിടെ വെട്ടടിക്കുന്നുണ്ടോ? എൻ്റെ മോനെ അട്ടാറ് സാധനം കേട്ടോ, അട്ടാറ് സാധനം. ഇറങ്ങിയാ എന്ത് വിഷ്വൽ അതിനുള്ള കിട്ടി. ആ അതറിയാലേ അപ്പം എനിക്കാണ് പുതുമ അല്ലേ അത്. എടാ കള്ള കടയാടി തമ്പി. ഹിഡൻ സ്പോട്ട്, പൊന്മുടി ഹിഡൻ സ്പോട്ട്. ഓരോ സ്ഥലങ്ങളിലും ഓരോ ഹിഡൻ സ്പോട്ടുണ്ട്. ഇത് പൊന്മുടി ഹിഡൻ സ്പോട്ട്. കൊള്ളാം. ഫ്രെയിമിൽ കാണാൻ കൊള്ളാമല്ലേ? ആ ഫ്രെയിമിൽ കാണാൻ നല്ല രസമുണ്ട്. അവിടെ കൊടയെ പിടിച്ച് ഇവിടെ വൈബാണ്. ഇവിടെ വൈബോളികൾ. ഇവിടെ എല്ലാവരും എൻജോയ് ചെയ്യണം. ഇവിടെ ഒരു സൺഡ്രൈവ് പാട്ടിടല്ലേ പോയി കേൾക്കരുത്. പൊന്മുടിയിൽ ജനസാഗരത്തിൻ്റെ ഇടയിൽ ഇരിക്കാൻ പോകുന്നു. ഇത്രയും പേരെ ഇടയിൽ ചോറിനാൻ പോവുകയാണോ? ആൾക്കാരൊന്നും വിചാരിക്കും തിരിഞ്ഞ് നടന്നു. പൊന്മുടിയിൽ ജനസാഗരം. സാഗരത്തിൻ്റെ ഇടയിൽ രണ്ട് പിഞ്ച് കുരുന്നുകൾ. കുഞ്ഞിക്കവിൾമേ. ഇവിടെ നല്ല കാറ്റും മഴയായതുകൊണ്ട് ഫോൺ ഞാൻ വയ്ക്കുകയാണ്. അപ്പോൾ പൊന്മുടി യാത്രകൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി